24 ബിഗ് ബ്രേക്കിംഗ് ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച നഴ്സ് PB അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ച് ഉത്തരവിറക്കി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമാണ് നിയമനം. ഇന്ന് ഉത്തരവിറങ്ങുമെന്ന് 24 രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കുമെന്ന് PB അനിത 24-നോട് പറഞ്ഞു. സന്തോഷമുണ്ട്, പൂർണ്ണ സന്തോഷമല്ല, എന്നാലും ഈ 6 ദിവസത്തെ എൻ്റെ അതിജീവനത്തിന്റെ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒരു ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ 10 മണിക്ക് വന്ന 5 മണി വരെ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. ഇന്ന് എന്നെ നിയമിക്കും, ഇന്ന് ഉച്ചയ്ക്ക് അറിഞ്ഞു എന്നെ ഇന്ന് തന്നെ നിയമിക്കുന്നത്. എന്നിട്ട് രാത്രി ആയപ്പോഴാണ് ആ നിയമന ഉത്തരവ് വന്നത്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേർന്നു. DD, രാവിലെ നമ്മൾ പറഞ്ഞു രാത്രിയോടെ അത് ഔദ്യോഗികമാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതുതന്നെയാണ് സുഹൈൽ സംഭവിച്ചത്. കാരണം ഇന്ന് രാവിലെ 24 ആണ് നിയമന ഉത്തരവിറങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സൂചന ആദ്യം നൽകുന്നത്. കാരണം ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫയൽ വിളിച്ചു വരുത്തിയ ഫയലിൽ ഈ നിയമനം അടിയന്തര വേഗത്തിൽ തന്നെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് നൽകാനുള്ള ഉത്തരവ് നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം നിയമവിദഗ്ധരുമായുള്ള ആലോചനകൾ ഇതെല്ലാം നടക്കുന്നു. അതായത് ഏറ്റവും ഒടുവിലുള്ള റിവിഷൻ ഹർജിയുടെ അന്തിമ വിധി കൂടി പരിഗണിച്ചായിരിക്കും ഈ ഉത്തരവ് നടപ്പിലാവുക, അല്ലെങ്കിൽ ഉത്തരവിൻ്റെ പ്രാബല്യം എന്നുള്ളതാണ്. ഏതായാലും PB അനിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ചുകൊണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. കാലത്ത് നമ്മൾ ഇന്ന് തന്നെ ഉത്തരവിറങ്ങുമെന്നുള്ളതും ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നും ബ്രേക്ക് ചെയ്തു. വൈകിട്ടാകുമ്പോഴേക്കും പത്തനംതിട്ടയിൽ വെച്ച് ആരോഗ്യമന്ത്രി ആ കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. സന്ധ്യയോടുകൂടി ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ തുടക്കം മുതൽ 24 ഈ വാർത്തയ്ക്കൊപ്പമുണ്ടായിരുന്നു. ആ അനിതയ്ക്ക് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള നിയമന ഉത്തരവ് DME ഇറക്കിയിരിക്കുന്നു. ഏതായാലും ഈ വാർത്തയ്ക്കിടയിലും ചില കുപ്രചരണങ്ങൾ നടന്നിരുന്നു, ഉത്തരവിറങ്ങില്ല എന്നുള്ളതൊക്കെ. പക്ഷേ എന്നാൽ 24 വാർത്ത സത്യമാണ് എന്നുള്ളത് ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ വ്യക്തമാവുകയും ചെയ്തു. സുഹൈൽ, ശരി, ദീപക് ധർമ്മട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.